എന്തുണ്ട്? ചീസ് കേക്ക് ഉണ്ട്. ഇന്ന് കുറച്ച് ചീസ് കേക്കിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. If you haven't seen me before, welcome to my YouTube channel. This is Shalini. ഒരു കാപ്പി പിടിച്ചങ്ങ് തുടങ്ങാം. ഐ ആം എ ബിഗ് കാപ്പി പ്രേമി. നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ച ഗ്ലാസ് ആണ് കേട്ടോ ഇത്. എന്നെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇന്നാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ കാപ്പി, അമ്പോ. ഞാൻ കാനഡയിൽ വന്ന സമയത്തെ കുക്കിങ്ങിന്റെ ABCD എനിക്കറിയത്തില്ല കേട്ടോ. ആകപ്പാടെ കയ്യിലുള്ളത് 2-2.5 കിലോ വിശപ്പാണ്. അത് മാത്രമാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. നാട്ടിലായിരിക്കുമ്പോൾ എളുപ്പമാണല്ലോ, ഇങ്ങനെ വെറുതെ ഇരുന്നങ്ങ് കഴിക്കാമല്ലോ, ഫ്രണ്ടിൽ കൊണ്ട് തരുമല്ലോ വീട്ടില്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറെ സ്ട്രഗിൾ ചെയ്തു കേട്ടോ. കാരണം പിന്നെ നമ്മുടെ ഷോപ്സ് ഒന്നും ആണെങ്കിലും അന്ന് എനിക്കൊന്ന് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഫുഡൊക്കെ കഴിക്കാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ മലയാളികളുടെ ഫുഡൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ കൂടെ ഉള്ളവരാണെങ്കിലും എല്ലാവരും തന്നെ നമ്മളെപ്പോലെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നവരോ ഒരുപാട് കുക്കിംഗ് ഒന്നും അറിയാൻ മേലാത്ത ആൾക്കാരാണ്. അപ്പോൾ ലിറ്ററലി ബർഗറും ഈ പിസ്സയും ഒക്കെ എത്ര ദിവസം എന്ന് വെച്ചാൽ തിന്നാൻ, നമ്മുടെ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു നിവൃത്തിയില്ല, നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയപ്പോഴാണ് കുക്കിങ്ങിൻ്റെലേക്ക് കിടന്നത്. അങ്ങനെ പതുക്കെ ഓരോ സാധനം ഉണ്ടാക്കാൻ തുടങ്ങി. അത്ര ഫ്ലോപ്പായ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഞാൻ ബിരിയാണിയൊക്കെ വെച്ച് ശരിയായത് ഒരു 10-25 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷമാണ്. ആദ്യത്തെ ബിരിയാണിയുടെ കഥയൊക്കെ അത് വേറൊരു കഥയാണ്, ഞാൻ പിന്നെ പറയാം. എൻ്റെ ദൈവമേ, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന അടിപൊളി കുക്കിംഗ് അങ്ങനെ ഇപ്പോഴും ഭയങ്കര അടിപൊളിയാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് കുക്കിംഗ് പഠിച്ചത്, മനസ്സിലായോ? അതാണ് കമ്മിങ് ടു ദ പോയിന്റ്. പിന്നെ കുക്കിംഗ് ഒരു തരത്തിലൊക്കെ ശരിയായി വരുന്നു എന്ന് തോന്നിയപ്പോൾ കുറച്ച് ബേക്ക് ചെയ്താലോ എന്ന് ആഗ്രഹം. കേക്ക്സ്, കപ്പ് കേക്ക്സ്, അത് ഇത് മാക്രോൺസ്, അങ്ങനെയൊക്കെ കുറച്ച് ട്രൈ ചെയ്തിറങ്ങി. അങ്ങനെ ഒരു കോവിഡ് ടൈമിൽ ഒരു കോവിഡ് ഉണ്ടായിട്ട് എന്താണെന്നുള്ളൂ. കോവിഡ് ടൈമിൽ ഒരു ന്യൂ ഇയറിനകത്ത് എനിക്കും ഷാരോട്ടും ഭയങ്കര ആഗ്രഹം ചീസ് കേക്ക് കഴിക്കാൻ. ചീസ് കേക്ക് ഇപ്പൊ എവിടെ പോയപ്പോ കഴിക്കുക? കടയില്ലല്ലോ, നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ലല്ലോ. അപ്പൊ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഉണ്ടാക്കണം. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് റെസിപ്പീസ് ഒക്കെ ഓൺലൈൻ നോക്കി അങ്ങ് ഉണ്ടാക്കി സെറ്റായി. പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ് ആയില്ലേ ചീസ് കേക്ക്. എവിടെ പോയാലും പിന്നെ ചീസ് കേക്ക്, എന്ത് ഐറ്റം ഉണ്ടെങ്കിലും നമ്മുടെ മേജർ സെന്റർ പീസ്, നമ്മുടെ ഡെസേർട്ട് എന്ന് പറയുന്ന ചീസ് കേക്ക്. അങ്ങനെ പക്ഷെ എനിക്ക് ആകെപ്പാടെ ഒരു ടൈപ്പ് ഓഫ് ചീസ് കേക്ക് ഉണ്ടാക്കാൻ അറിയുള്ളൂ കേട്ടോ. എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് ഇപ്പൊ ഞാൻ കണ്ടറിലേക്ക് വരട്ടെ. അതായത് 7 മണിയായിട്ടുണ്ട് ഏകദേശം, 6:15 ഏകദേശം. നല്ല മൂടി ക്ലൈമറ്റ് ആണ്, നല്ല ചായയും പരിപ്പടിയൊക്കെയാണ് കഴിക്കേണ്ടത്. പക്ഷെ ഇന്നലെ രാത്രി ഉറക്കത്തെ തൊട്ട് ഷാരോൺ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് രാവിലെ ചീസ് കേക്ക് കഴിക്കാൻ പോകും. അതായത് എൻ്റെ കഴിഞ്ഞ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇവിടെ പോട്ടവർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നല്ല അടിപൊളി ചീസ് കേക്ക് കിട്ടും. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ വീണ്ടും പോയി കഴിക്കണമെന്ന് പറയാം. എന്നെ കാണാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര മടി കേട്ടോ. ഇന്ന് പുറത്തിറങ്ങാനുള്ള ഒരു മൂഡല്ല എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, സാധനമൊക്കെ വാങ്ങിച്ചോ, ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ ഉണ്ടാക്കേണ്ടത് ബ്ലൂബെറി ചീസ് കേക്കാ. ഞാൻ വരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ലെറ്റ്സ് ട്രൈ, വൈ നോട്ട്? ഇങ്ങനെയൊക്കെയല്ല പഠിക്കുന്നത്. കൊളായാലും കഴിക്കും, കൊളായില്ലേലും കഴിക്കും. അപ്പോ നിങ്ങളെ കാണിക്കാം. ഒരുപാട് വേരിയേഷൻ ഒന്നുമില്ല, അതുകൊണ്ട് ശരിയാണെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ചീസ് കേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ കാണൂ, ഈ റെസിപ്പി കാണൂ, ഉണ്ടാക്കൂ എന്റെ കൂടെ തന്നെ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. സവർ ക്രീം ചീസ്, ഫിലഡൽഫിയയുടെ ആണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഷുഗർ, പിന്നെ കുറച്ച് കോൺ സ്റ്റാർച്ച്, വെനില എസൻസ്, ഫ്രഷ് ബ്ലൂബെറി ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ലെമൺ സെസ്റ്റ്, ജസ്റ്റ് ലെമൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ലെമൺ ജ്യൂസ്, പിന്നെ ലാർജ് എഗ്സ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബൗള്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹാൻഡ് മിക്സ്ചറും വേണം. അപ്പോൾ എപ്പോഴത്തെയും പോലെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അടുത്തടുപ്പിച്ചങ്ങ് വെക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്ലൂബെറി സോസ് ഉണ്ടാക്കാം. ഒരു സോസ് പാനിൽ 2 cups ഓഫ് വാട്ടർ, ഒരു 20-25 ബ്ലൂബെറീസ്, 2 cups ഓഫ് ഷുഗർ. കപ്സ് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ബേക്കിംഗ് കപ്പിന്റെ മെഷർമെന്റ് ആട്ടോ എടുത്തേക്കുന്നത്, നോർമൽ ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഒന്നും അല്ല. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളക്കട്ടെ. 2 packs ഓഫ് ക്രീം ചീസ് ഉണ്ടായിരുന്നത്, അതിൽ ഞാനൊരു 1.5 കപ്പോളം മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 cups ഓഫ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ആദ്യം ബൗളിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ്സ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇതൊന്ന് ഒരു ക്രീമി പോലാവും, ഈ ഷുഗറും ക്രീം ചീസും കൂടെ മിക്സ് ആയിട്ട്. പിന്നെ ഒരു കാര്യം, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ക്രീം ചീസ് യൂസ് ചെയ്യാൻ നിൽക്കരുത്. കുറച്ച് നേരം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഇത് ബീറ്റ് ചെയ്യാൻ നിൽക്കുള്ളൂ. ഒരു 2-3 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ കൺസിസ്റ്റൻസി ഇതാവും. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്.
ഇനി മുട്ടയിടണം. 1 2 3 ലാർജ് എഗ്സ്, അതും പുറത്ത് വെച്ചതാണ്, ഫ്രിഡ്ജിൽ വെച്ചതല്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സറിൻ്റെ കൂടെ വീണ്ടും മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറും. നേരത്തെ ഒരു ക്രീമി ആയിരുന്നെങ്കിൽ ഇപ്പം ഇച്ചൂടെ വാട്ടർ ചെയ്യാം. ഈ 3 എഗ്സ് നമ്മളൊരു 2-3 മിനിറ്റ്സ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കൺസിസ്റ്റൻസി. മൊത്തത്തിൽ ഒന്ന് വാട്ടറി ആയിട്ടിട്ട് ഈ ബാറ്ററിലോട്ട് നമ്മളൊരു 1/2 കപ്പോളം കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യാണ്. ചിലവർ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മുടെ ബേക്കിംഗ് ഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിന്ന് കുറച്ച് കോൺ സ്റ്റാർച്ചാണ് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു വാനില എസൻസ്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1/2 ലെമൺ ഞാൻ എടുത്തേക്കുന്നത്, അതിൻ്റെ ജ്യൂസ്, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ സെസ്റ്റ്. ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് സവർ ക്രീം. സവർ ക്രീം നമ്മുടെ ഫുൾ പാക്കറ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അഗെയിൻ ഇതെല്ലാം പുറത്ത് വെച്ചതാണ്, ഫ്രിഡ്ജിൽ വെച്ചതല്ല, കോൾഡ് അല്ല കേട്ടോ, റൂം ടെമ്പറേച്ചർ. എന്നിട്ട് ഇത് മൊത്തം ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ഫോൾഡിങ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും നമ്മൾ ബീറ്റ് ചെയ്യില്ല. ഒരു സോഫ്റ്റ് സ്പാച്ചില വെച്ച് എല്ലാ സൈഡിൽ നിന്ന് നന്നായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാട്ടർ കൺസിസ്റ്റൻസി മാറി പഴയ ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ട് വരും കേട്ടോ. ഞാൻ നമ്മുടെ സോസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ സോസി ആവണം. പക്ഷേ ഐ ടെൽ യു സംതിങ്, ഞാൻ ഈ മെഷർമെന്റ് കപ്പ്, അതായത് ദിസ് ഇസ് 235 ml, അതാണ് 1 കപ്പ് മെഷർമെന്റ്. ഇതിന്റെ 3 കപ്സ് ഓഫ് ഷുഗർ ഞാൻ അതിലിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് അതിനൊരു ടേസ്റ്റ് വന്നത്. സോ ഇമാജിൻ, ഡയറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സിറപ്പിനൊക്കെ എന്തും വേണ്ടി ഷുഗർ അതിലുണ്ടെന്നും. സോ ഓരവർ, എന്നാലും ഇന്ന് കാലറി ഒന്നും കൗണ്ട് ചെയ്യുന്നില്ല. ഇന്ന് ബ്ലൂബെറി ചീസ് കേക്ക് നമ്മൾ കഴിച്ചിട്ടേ ഉള്ളൂ. ശരിയായ മതിയാണ്. ഓക്കെ, വെൽ, നമ്മൾ അത് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ബേസ് ഉണ്ടാക്കാം. നമ്മൾ ചീസ് കേക്കിന്റെ എല്ലാം അടിയിൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു തിൻ ലെയർ, അത് ഇത് ക്രാക്കേഴ്സ് പൊടിച്ചിട്ട് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് പൊടിച്ചിട്ട്, അല്ലെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഗ്രഹാം ക്രംസ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഇത് പൗഡറാണ്, ഇതിനുള്ളിൽ കുറച്ച് ക്രംസ് ആണ്. അപ്പൊ ഇതും റെക്കോർഡ് ചെയ്തപ്പോണ്ട് സ്റ്റോറേജ് തീർന്നു. ഇത് എന്ന് സംഭവിക്കുമെന്ന് ആശങ്കയിലായിരുന്നു ഞാൻ. എന്തായാലും ഇന്നാണ് അത് സംഭവിച്ചത്. കുറച്ച് ആപ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ കമ്മിങ് അഗെയിൻ ബാക്ക്. അപ്പോൾ നമ്മുടെ ബേസ് ഉണ്ടാക്കേണ്ടത് ജസ്റ്റ് ഞാൻ ഈ മിക്സും ബട്ടറും ഷുഗറൂടെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ബേസ് ഉണ്ടാക്കും, കാണിച്ചിട്ട്. സോ ഇതാണ്, ഞാനിന്നൊരു 8 ഇഞ്ച് പാനിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നോർമലി ഇതിൽ ആക്ച്വലി പേപ്പർ ഒക്കെ ആൾക്കാർ വെക്കും. ഞാനത് യൂസ് ചെയ്യാറില്ല, കഴിവത് എനിക്ക് ഇഷ്ടപ്പെടാറുള്ളത് പേപ്പർ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ബട്ടർ വെച്ചിട്ട്. സോ ദിസ് ഈസ് ദ ഗ്രഹാം ക്രാക്കർ. ഇതിനകത്ത് പൗഡർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ പാക്കറ്റിൽ നിന്ന്. ഇത് ഗ്രേറ്റ് വാല്യൂൻ്റെയാണ്, വാൾമാർട്ടിൽ കിട്ടും. സോ ഇത് ഞാനൊരു 2 കപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മെൽറ്റഡ് ബട്ടർ വിത്ത് ഷുഗർ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളിങ്ങനെ അങ്ങോട്ട് പോർ ചെയ്യുക. ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ബേസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. സോ ആൻഡ് ദെൻ മിക്സ് വിത്ത് ഹാൻഡ്സോ അല്ലെങ്കിൽ സ്പൂണോ എന്താണോ ആൾക്കാർ കംഫർട്ടബിൾ, യൂസ് ദാറ്റ്. എനിക്ക് ഇതൊക്കെ കൈവച്ച് ചെയ്യുന്നതാണ് ഒരു വശം. മേക്ക് ഷുവർ യുവർ ഹാൻഡ്സ് ആർ ക്ലീൻ ദോ. സോ ഇങ്ങനെ ഒരു ലംസ് പോലെ ആവണം. ഇതൊരിക്കലും എന്താ പേസ്റ്റ് പോലെ ആവരുത്. നമ്മൾ ഈ പുട്ടിനൊക്കെ കഴിക്കില്ലേ, അതുപോലെ ആവണം. അതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഏകദേശം ഒരു വെള്ളമുണ്ട് താനും, എന്നാൽ കംപ്ലീറ്റ്ലി വാട്ടറി അല്ല. ഒരു എന്താ പറയുന്നത്, അത് തന്നെ എക്സാക്ട്ലി പുട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ. അതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഈയിടെയാണ് കേട്ടോ പുട്ടുണ്ടാക്കാൻ പഠിച്ചത്. ബിക്കോസ് എനിക്ക് പുട്ടിനോട് വലിയ താല്പര്യമില്ല. എന്നെ ആരും തല്ലരുത്. ബിക്കോസ് എന്താണെന്ന് അറിയത്തില്ല, പുട്ട് എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാനും ഒരുപാട് ബുദ്ധിമുട്ടാറില്ല. പക്ഷെ ഷാരൂന് ഭയങ്കര ഇഷ്ടമാണ് പുട്ട്. അപ്പോൾ അങ്ങനെ റീസെൻ്റ്ലി ഞാൻ പുട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. സോ ഞാൻ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഈക്വൽ ആയിട്ട് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒരു ബേസ് ഉണ്ടാക്കി വെക്കുക. അതായത് നമ്മുടെ ഈ പാത്രത്തിനോട് ചേർത്ത് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് ഒരു ഈക്വൽ ഫോം ഓഫ് ലെയർ അങ്ങോട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തുണ്ടാക്കണം. ഇതാണ് നമ്മുടെ ബേസ്. ഇനി ചിലവരിത് ബേക്ക് ചെയ്യും സെറ്റ് ആവാൻ വേണ്ടി. ഞാൻ ആക്ച്വലി ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം ഫ്രീസ് ചെയ്യാൻ പോവാം. ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്കും അത് പെട്ടെന്നൊന്ന് സെറ്റ്. സോ ദിസ് ഈസ് ദി ഫൈനൽ പ്രോഡക്റ്റ്. ആക്ച്വലി 3 to 4 minutes ഫ്രിഡ്ജിൽ വെച്ച് അപ്പനെ എടുത്തു. അതിൽ കുളി വെക്കണ്ട കേട്ടോ. നമ്മുടെ ബ്ലൂബെറി സോസ് നന്നായിട്ട് ബോയിൽ ചെയ്ത് കുറുകിക്കൊണ്ടിരിക്കുക കേട്ടോ. കളറൊക്കെ മാറി. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലൈക്ക് പോളി എന്ന് പറഞ്ഞാൽ 1 പൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല. നിങ്ങളെ ജാമിൻ്റെ ഒക്കെ ടേസ്റ്റ്. ഇതാണ് എൻ്റെ പ്രശ്നം പറഞ്ഞത്. ഞാൻ ചീസ് കേക്ക് കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതാണ് എൻ്റെ ട്വിസ്റ്റി പാർട്ട്. ഇത് കറക്റ്റ് ആയാൽ നമ്മുടെ ചീസ് കേക്ക് അടിപൊളിയാവും. നോക്കാം. സോ നമ്മുടെ ഇനിഷ്യലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്
നമ്മുടെ ബ്ലൂബെറി സോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പോർഷൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലൂബെറിയും ഈ ഇത്തിരിയുള്ള പോർഷനും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈക്വൽ പോർഷൻ അല്ല ഞാൻ മാറ്റി വെച്ചേക്കുന്നത്, ഒരു 1/4 പോർഷനെ മാറ്റി വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ ബ്ലൂബെറി സോസ് നല്ല തിക്കായിട്ട് കൺസിസ്റ്റൻസി ആവാൻ ഓൾമോസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് എടുത്തു കേട്ടോ. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഷുഗർ, നല്ല ഷുഗർ വേണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ച് വേണം ഈ ബ്ലൂബെറി സോസ് ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു പുളിയാണ് ആദ്യം ഉണ്ടാവുക, അത് മാറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരം ആവുന്നതിന് വരെ ഷുഗർ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, എന്നിട്ട് ഈ മിക്സ്ചർ ചൂടോടെ തന്നെ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ വെള്ളം കുറവായിരിക്കണം. നല്ല തിക്കായ സോസ് മാത്രമേ ഫൈനൽ നമ്മുടെ ബാറ്ററിലോട്ട് ആഡ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മുടെ എല്ലാ മിക്സസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബ്ലൂബെറി മിക്സ് ചെയ്ത ഏകദേശം ഒരു പർപ്പിളി ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ ചീസ് കേക്കിന്റെ ബാറ്ററി ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മളിങ്ങനെ കഴിച്ചു തുടങ്ങിയ പിന്നെ ഇത് തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കുക്ക് ചെയ്ത് നമുക്ക് പറ്റത്തില്ല, കാരണം അത്ര ടേസ്റ്റ് ആയിട്ടോ. ഉണ്ടാക്കിയുള്ളവർക്കറിയാം. ഇതിലൊന്നും ടേസ്റ്റ് നോക്കട്ടെ. എൻ്റെ അമ്മയെ കണ്ടിട്ട് തന്നെ ഓ, ഇതൊരു രക്ഷയില്ല കേട്ടോ. ഉണ്ടാക്കി വരുമ്പോൾ ഒക്കെ എങ്ങനെ ആയിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ബാറ്റർ എൻ്റെ അമ്മ, എനിക്കിത് മാത്രം മതി. വേണം ഞാനിത് ഇന്ന് രാത്രി കഞ്ഞി പോലെ മാത്രം കുടിച്ചു തീർക്കും. അത്ര ടേസ്റ്റ് കേട്ടോ. സോ യമ്മി. ടെക്സ്ചർ ഉണ്ട്, ഇത് ഐസ്ക്രീം പോലുണ്ട്. ഞാൻ പറയല്ല, നിൽക്കാതെ തിന്നാൻ വരും വേണം നമുക്കിത്. അത്ര അടിപൊളി. ഇനി ഉണ്ടാക്കി വരുമ്പോൾ ഇതുപോലെ തന്നെ ആയാൽ മതി. അത് കത്താതെ അറിയാം. എന്തായാലും നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അവൻ 275 ഫാരൻഹീറ്റിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം, ഉള്ളിൽ വെക്കാം, എന്നിട്ട് എടുത്ത് കഴിക്കാം. റെഡി? ഓക്കെ, അപ്പം നമ്മുടെ ബേസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പല 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 ലെയേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പം റെസിപ്പിയിൽ നമ്മളോട് പറയുന്നത് ആദ്യം നമ്മുടെ വൈറ്റ് മിക്സ്ചർ ഇല്ലേ, അത് കുറച്ചങ്ങോട്ട് ഒഴിക്കുക. കർത്താവേ, ഇത് തീർക്കാതിരിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ. എന്നിട്ട് ഇത് ഭയങ്കരമായിട്ട് കുട്ടി ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോഴേക്കും ഇത് മൊത്തത്തിൽ സ്പ്രെഡ് ആവും. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്ലൂബെറി മിക്സ് അതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബേസിൻ്റെ മണ്ടയിലോട്ടാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത് നമ്മുടെ ബ്ലൂബെറി മിക്സ്. ഓ മാൻ, അങ്ങനെ പതിയെ ബ്ലൂബെറി മിക്സ് മുഴുവൻ ഒഴിച്ചെടുക്കുക നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലോട്ട്. എൻ്റെ ഏക പ്രതീക്ഷ മുഴുവൻ ഇത് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഇനി നന്നായിട്ട് അങ്ങോട്ട് കോരി കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, ഏകദേശം ആ ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിച്ചമുള്ള ബാക്കി വൈറ്റ് ഇല്ലേ, അതുകൂടെ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ഇത് അവനിൽ പോകണം. ഞാൻ പറഞ്ഞാൽ 275 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഡിഗ്രി ഫാരൻഹീറ്റ് എന്ത് ചെയ്യുക, ഒരു 1.5 hours ഒക്കെ വെക്കണം. ചിലപ്പോൾ 2 hours വരെ വേണ്ടി വരും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ അവനിൽ പോട്ടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരാൻ മാക്സിമം ഒരു 15 മിനിറ്റ്. പക്ഷെ കുക്കിംഗ് ടൈം കുറച്ചുണ്ട്. പിന്നെ പല രീതിയിൽ കുക്ക് ചെയ്യുന്നവരുണ്ട്. ഗൂഗിളൊക്കെ ചെയ്ത് റെസിപ്പി നോക്കാൻ പോവുകയാണെങ്കിൽ ഇത് വാട്ടർ ബാത്ത് ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി. പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ നോർമൽ അവനിൽ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ചുമ്മാ നമ്മുടെ നോർമൽ ബേക്കിംഗ് പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എന്തായാലും സാധനം ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഒരു 1.5 hours ടൈമർ വെച്ചിട്ടുണ്ട്. അന്ന് വെച്ചിട്ട് കഴിക്കാം. മീൻ വയൽ ഞാനിവിടെ വേസ്റ്റ് ഒക്കെ ഇട്ടല്ലോ, വേസ്റ്റൊക്കെ കഴിച്ചിറക്കടാ. ഞാൻ ആരെയും മിസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം തോണ്ടിപ്പറിക്കെ തിന്നാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. ഷാരോൺ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോയപ്പോൾ നമ്മുടെ ക്രിസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സാന്ദ്രൻ ക്രിസ്സും. അവരോട് ഞാൻ പറഞ്ഞതാ വീട്ടിൽ കഴിച്ചിട്ട് പോവാമെന്ന്. പക്ഷെ കേട്ടില്ല, പോയി. അപ്പോൾ അവരും പോയി. ഇപ്പം ഞാനും ബെർണിയും മാത്രം. ബെർണിക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല, എന്തായാലും രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുവരും ഇതുമെല്ലാം കഴിച്ചാൽ. അപ്പം ഞാനും എൻ്റെ വേസ്റ്റും മാത്രം ഇപ്പോൾ തൽക്കാലം അത് ഞാൻ കുറച്ച് നേരം കഴിച്ച് ആസ്വദിക്കട്ടെ. എന്നിട്ട് ഒരു 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കിയാലോ. 1.5 മണിക്കൂറായപ്പോൾ നമ്മുടെ ചീസ് കേക്ക് വോപ്പിളി ആയിട്ട് ഇരിപ്പുണ്ട്. കുറച്ചുകൂടെ വേവ് ആവാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ 30 മിനിറ്റ്സ്, അപ്പോൾ മൊത്തത്തിൽ 2 hours വെച്ചു കേട്ടോ. മീൻ വയൽ ഞാൻ കുറച്ച് ഷിൻ നൂഡിൽസ് ഉണ്ടാക്കുക, കാരണം എരിവ് കഴിക്കാൻ തോന്നി മധുരല്ലാടെ കഴിച്ചിട്ട്. ഓക്കെ ഗൈസ്, സമയമായിട്ടുണ്ട്, നമുക്ക് എടുത്ത് നോക്കിയാലോ. അമ്പോ നല്ല മണമൊക്കെ വരുന്നുണ്ട്.
ഇതെന്തായാലും സെറ്റായി, കണ്ടാലറിയാം. ശരിക്കും ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മുടെ ചീസ് കേക്ക് കഴിക്കേണ്ടത്. പക്ഷെ ഇപ്പം നമുക്ക് കഴിക്കാൻ ഭയങ്കര ധൃതി ആയതുകൊണ്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് നൂഡിൽസ് കഴിക്കരുതെന്ന്. പക്ഷെ ഈ നൂഡിൽസിൻ്റെ അത്രയും ടേസ്റ്റുള്ളൊരു സാധനം വേറെ ഉണ്ടോ? അല്ലേ, ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് 30 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം വെറുതെ പുറത്ത് വെക്കുക. എന്നിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. പിറ്റേ ദിവസം രാവിലെ എടുത്ത് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ഒരു ധൃതി, നാളെ വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം. കേക്ക് തിന്നാൻ വന്നിരിക്കുന്ന നമ്മുടെ കസ്റ്റമർ മിസ്റ്റർ ബെർണി. വാവ്, നമ്മൾ വി ഷേപ്പിലാണ്. എന്തുകൊണ്ടാണ് കേക്ക് വി ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്? ആണോ ഗൈസ്? പുക എന്നാണ് പറയപ്പെടുന്നത്. പറയൂ, എങ്ങനെയുണ്ട്? വാവ്, ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, സെറ്റ് ആവാനുണ്ട്. നാളെ ഓവർനൈറ്റ് വെച്ചുമ്പം വേറെ ലെവല് സെറ്റ് ആവും. ടേസ്റ്റ് എങ്ങനെയുണ്ട്? അപ്പൊ യമ്മി ആയിട്ടുള്ള ചീസ് കേക്ക് കേട്ടോ കിട്ടിയത്. എന്തായാലും കൊളായില്ല, താങ്ക് ഗാഡ്. നല്ല കറക്റ്റ് ആയിട്ടുള്ള ഫോമും ലെയേഴ്സ് ഒക്കെ ഉണ്ടായി. ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര യമ്മിയാണ്. ആക്ച്വലി ഇനിയിപ്പോൾ ഇത് ഓവർനൈറ്റ് വെച്ചാൽ മാത്രമാണ് നന്നായിട്ട് കൂളായിട്ട് ചീസ് കേക്ക് സെറ്റ് ആവുള്ളൂ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം. ഓവർനൈറ്റ് വെച്ചിട്ട് നാളെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കഴിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ഷാരൺ ജോസഫ്. ബൈ. നമുക്ക് സാധനം റെഡി ആയിട്ടോ. ഓവർനൈറ്റ് വെച്ചെടുത്തിട്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അടിപൊളി ടെക്സ്ചർ, ഇതിന്റെ കൺസിസ്റ്റൻസി, ഇതിന്റെ ലെയേഴ്സ്, ഈ ലെമന്റെയും ബ്ലൂബെറിയുടെ ടേസ്റ്റ്, അടിപൊളി. അപ്പൊ ട്രൈ ചെയ്യണേ.